ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതു അവന്തികയോട് ചോദിക്കുകയാണ്, അവൻ എവിടെ പോകാനാ സാധ്യത? നിനക്ക് എന്തെങ്കിലും അറിയാമോ? അവനെ തിരിഞ്ഞ് നമ്മൾ എങ്ങോട്ടേക്ക് പോകാനാ? വിളിക്കാൻ ഒരു ഫോൺ പോലും എടുക്കാതെ അവൻ എവിടെ പോയതാണെന്ന് അവന്തികയും ചോദിക്കുകയാണ്. അതേസമയം അനഘ അങ്ങോട്ടേക്ക് വരുന്നു. വീട്ടിലുള്ള എല്ലാവരെയും സങ്കടപ്പെടുത്തി അവർ രണ്ടുപേരും കൂടി ഒരു പോക്കങ്ങ് പോയാ എങ്ങനെയാ ചേച്ചി ശരിയാകുന്നത്? നിനക്കെങ്ങനെ അറിയാം അവരൊരുമിച്ചാ പോയതെന്ന്? സ്നേഹ കണ്ടതാണല്ലോ. ആദ്യം സച്ചി പോയി, കുറച്ചു കഴിഞ്ഞാണ് അച്ചുവും പുറകെ പോയത്. അവർ തമ്മിൽ കണ്ടുമുട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? സച്ചിയേട്ടനെ കണ്ട അച്ചുവേട്ടത്തി എന്താണെങ്കിലും വിളിച്ചു പറയും. അപ്പോൾ അവർ തമ്മിൽ കാണാൻ സാധ്യതയില്ലെന്ന് സ്നേഹ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി അന്വേഷിച്ച് നടക്കുന്ന സന്ദീപിനെയും കൂടാതെ ബസ് സ്റ്റാൻഡിൽ ബസ് നോക്കി നടക്കുന്ന സച്ചിയുമാണ്. അങ്ങനെ അച്ചുവും ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. സച്ചി ഒരു ബസ്സിൽ കയറാൻ ഒരുങ്ങുമ്പോഴേക്കും ആ ബസ് പോവുകയാണ്. അതേസമയം നെല്ലിശ്ശേരിയിൽ ഈ വിഷമങ്ങളൊക്കെ ആലോചിച്ചിട്ട് സേതുവിന് നെഞ്ചുവേദന ഉണ്ടാവുകയാണ്. തുടർന്ന് സേതുവിനെ നിർബന്ധിപ്പിച്ച് സ്നേഹ ഗുളിക കൊടുക്കുകയാണ്. തുടർന്ന് സച്ചി ഒരു കണ്ടക്ടറിനോട് ചെന്ന് ചോദിക്കുകയാണ്, ചേട്ടാ ഇവിടെ നിന്ന് ദൂരേക്ക് ബസ് കിട്ടുമോ? ഇവിടെ നിന്ന് കിട്ടില്ല, മെയിൻ സ്റ്റാൻഡിലേക്ക് പോയാൽ കോയമ്പത്തൂരിലേക്കോ മറ്റോ ബസ് കിട്ടുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ സച്ചി ആ ബസ്സിലേക്ക് കയറുകയാണ്. അതേസമയം സന്ദീപ് അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് സേതു അവന്തികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. നീ അവരെ കണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലച്ചാ, ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആരും അവരെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. അച്ചുവേട്ടത്തി മാത്രം ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടെന്ന് ഒരാൾ പറഞ്ഞെന്നും സന്ദീപ് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ തളർന്നിരിക്കുകയാണ് സേതുമാധവൻ. തുടർന്ന് സച്ചി ചോദിക്കുകയാണ്, ചേട്ടാ എപ്പോഴാ ബസ് എടുക്കുന്നത്? ഇപ്പോൾ എടുക്കുമെന്ന് പറയുമ്പോൾ സച്ചി മനസ്സിൽ പറയുകയാണ്, ആരും എത്താത്ത സ്ഥലത്ത് പെട്ടെന്ന് പോകണം. തുടർന്ന് സച്ചിയുടെ അടുത്തേക്ക് വന്ന് ഇരുന്നിട്ട് അച്ചു പറയുകയാണ്, ചേട്ടാ ഒരു ടിക്കറ്റ് കൂടി. എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പോകുന്ന സ്ഥലത്തേക്കെന്ന് അർച്ചന പറയുന്നു. എങ്ങോട്ടാണ് സച്ചേട്ടൻ പോകുന്നതെങ്കിലും അവിടേക്ക് അർച്ചനയും ഉണ്ടാകും, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും. തുടർന്ന് പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ അച്ചു സച്ചിയെ പിടിച്ച് ബസിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സച്ചിയേട്ടൻ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഒപ്പം ഞാനും ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് നെല്ലിശ്ശേരിയിൽ മരിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് യാത്ര ചോദിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. തുടർന്ന് പെട്ടെന്ന് തന്നെ അച്ചുവിന്റെ കൈ തട്ടി മാറ്റിയിട്ട് സച്ചി ചോദിക്കുകയാണ്, തന്നോട് ആരാ പറഞ്ഞത് എന്നെ തേടി വരാൻ? എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച ഒന്നാണിത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, സച്ചേട്ടൻ ഇനി ആ വീട്ടിലേക്കില്ലെങ്കിലേ ഞാനും അങ്ങോട്ടേക്കില്ല. ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. ഇത്രയും കാലം ഞാൻ അങ്ങനെ തന്നെയാ ജീവിച്ചത്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ എന്നെ മരിക്കാനെങ്കിലും സമ്മതിക്ക്. ഞാൻ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് സച്ചി പറയുമ്പോൾ ദേഷ്യത്തോടെ സച്ചിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അർച്ചന. അർച്ചനയുടെ അടിയിൽ ഞെട്ടി നിൽക്കുകയാണ് സച്ചി. തുടർന്ന് അർച്ചന പറയുകയാണ്, ശരി മരിക്ക്. മരിക്കുന്നതിന് മുമ്പ് സച്ചിയേട്ടൻ എന്നെയും കൂടി കൊല്ലണം. എന്നെ കൊന്നിട്ടേ സച്ചിയേട്ടന് മരിക്കാൻ പറ്റൂ. അത്രയും പറഞ്ഞ് സച്ചിയുടെ കൈയെടുത്ത് തന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ് അർച്ചന. അത്രയും പറഞ്ഞ് അർച്ചന പൊട്ടിക്കരയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ അവന്തികയോട് പറയുകയാണ്, ഇതവർ പ്ലാൻ ചെയ്ത് പോയതാണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കുകയാണ് അച്ചു. സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നേരം ഞാൻ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാ ഓടിയത്. ഓടിയും തളർന്നും വീണും അലഞ്ഞുമൊക്കെ ഞാൻ സച്ചിയേട്ടനെ കണ്ടെത്തിയപ്പോൾ സച്ചിയേട്ടൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, ആ ദേഷ്യത്തിലാ ഞാൻ തല്ലിയത്. മാപ്പ്. എന്നാലും എങ്ങനെയാ സച്ചിയേട്ടാ സച്ചിയേട്ടന് കൂടപ്പിറപ്പുകളെയും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് മരിക്കാൻ തോന്നിയത്? അന്ന് നന്ദേട്ടനും ഇതുപോലെ തന്നെയല്ലേ പോയത്? ഇനി ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണെങ്കിലോ? പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന പറയുകയാണ്, ഞാനാണ് സച്ചിയേട്ടൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പോയി തരാം. ഞാനില്ലെങ്കിലും ആ വീടിന് ഒന്നും സംഭവിക്കില്ല. കുറച്ചു ദിവസം എല്ലാവർക്കും വിഷമം കാണും, അത്രമാത്രം. പക്ഷേ സച്ചിയേട്ടനില്ലെങ്കിൽ ആ വീട് കത്തി എരിഞ്ഞു പോകും. വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടിക്കൊണ്ട് അർച്ചന നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ കയറുമ്പോൾ ആ ചായക്കടക്കാരൻ പറയുകയാണ്, ഞാൻ സച്ചി സാറിനെ ഒരുപാട് വിളിച്ചിരുന്നു, പക്ഷേ സാറ് കേട്ടില്ല. മോള് ആ ആക്സിഡന്റ് കണ്ടപ്പോൾ ഒന്ന് സംശയിച്ചല്ലേ? മോള് പേടിയോടെ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇത് കേൾക്കുന്ന സച്ചി അമ്പരന്നുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ്. തുടർന്ന് അച്ചു തന്റെ കയ്യിലുള്ള മോതിരം അയാൾക്ക് ഊരി കൊടുക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ മോളെ ഇതെന്തിനാ? അത് പിന്നെ ചേട്ടൻ കാരണമാണ് എനിക്ക് സച്ചേട്ടനെ കണ്ടെത്താൻ സാധിച്ചത്. അതുകൊണ്ട് ഇത് ചേട്ടൻ വെച്ചോ. ഒന്നും ഒരാവശ്യവുമില്ല മോളെ. മോളുടെ പ്രായത്തിൽ എനിക്കുമുണ്ട് മോളും കൊച്ചുമോളും ഒക്കെ. മോൾ ഇത് കയ്യിൽ വെച്ചാൽ മതിയെന്ന് അയാൾ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അന്വേഷിച്ച് പോകാൻ ഒരുങ്ങുകയാണ് സേതു. സ്നേഹയും കൂടെ ചെല്ലാമെന്ന് പറയുമ്പോൾ അനഘ പറയുകയാണ്, ഇതാദ്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാ വേണ്ടത്. അച്ഛാ, അവള് പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവന്തികയും പറയുന്നു. അങ്ങനെ സേതു സ്റ്റേഷനിലേക്ക് വിളിക്കാനൊരുങ്ങുമ്പോൾ സന്ദീപ് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു വഴിയുമില്ലച്ചാ, ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, അവരെവിടെയും കണ്ടില്ല. തുടർന്ന് രണ്ടും കൽപ്പിച്ച്
സേതു സ്റ്റേഷനിലേക്ക് വിളിക്കാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചനയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.